ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസ്റ്റ് ടു ടിപ്സ്. 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ അസൈൻമെൻറ്റ്സ് എന്തൊക്കെയാണ്? റൈറ്റ് വേർഡ്സ് ഫ്രം ദി ലെറ്റേഴ്സ് ഓഫ് വേർഡ് കിങ്ഫിഷർ. കിങ്ഫിഷർ എന്ന വേർഡിൽ നിന്ന് വേർഡ്സ് കണ്ടുപിടിക്കാൻ. പിന്നെയോ റൈറ്റ് കൺസെപ്റ്റ് മാപ്പ് ഓഫ് വെദർ. വെദറിൻ്റെ കൺസെപ്റ്റ് മാപ്പ് എഴുതുവാൻ. ആക്ടിവിറ്റി 4 ഇൻ ടെക്സ്റ്റ് ബുക്ക് പേജ് 77. പേജ് 77 ആക്ടിവിറ്റി 4. ആഡ് മോർ ലൈൻസ് ടു വെദർ സോങ്. വെദർ സോങ്ങിൽ മോർ ലൈൻസ് എഴുതുവാൻ. പിന്നെ റീഡ് ദ സ്റ്റോറി. ഫസ്റ്റ് ആക്ടിവിറ്റി കിങ്ഫിഷർ എന്ന വേർഡിൽ നിന്ന് വേർഡ്സ് കണ്ടുപിടിക്കാൻ. കിങ്, ഫിഷ്, നൈഫ്, ഇങ്ക്, ഹെർ, ഷീ, റിംഗ്, ഹി, ഹിസ്, സിൻ, ഇൻ, ഹെൻ. അടുത്ത ആക്ടിവിറ്റി കൺസെപ്റ്റ് മാപ്പ് ഓഫ് വെദർ. സണ്ണി, ക്ലൗഡി, റൈനി, വിൻഡി, സ്നോയി, ഫോഗി. അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി 4 ആണ്. നമുക്ക് നോക്കാം. ഇത് മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഫസ്റ്റ് ക്ലൗഡി ആണല്ലേ. ഏതാണ് ഇതിൽ ക്ലൗഡി? അതെ, മൂന്നാമത്തേത്. ഓക്കെ. ഫോഗിയോ? യെസ്, അവസാനത്തേത്. റൈനി വളരെ പെട്ടെന്ന് കിട്ടും, സെക്കൻഡ് വൺ. സണ്ണി ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ സോങ്ങിന് കൂടുതൽ ലൈൻസ് ഉണ്ടാക്കലാണ്. ഓക്കെ, ആഡ് മോർ ലൈൻസ് ടു ദി വെദർ സോങ്. നമുക്ക് നോക്കാം. ദ സൺ ഗോസ് അപ്പ് അപ്പ് അപ്പ്, ദ റെയിൻ കംസ് ഡൗൺ ഡൗൺ ഡൗൺ. ഹൗ ഇസ് ദ വെദർ? ഇറ്റ്സ് സണ്ണി സണ്ണി സണ്ണി. How is the weather? It's rainy, rainy, rainy. നമുക്ക് ക്ലൗഡിൻ്റെയും ഫോഗിൻ്റെയും വെച്ച് നോക്കാം. നോക്കൂ. The cloud goes up, up, up. The fog goes down, down, down. How is the weather? It's cloudy, cloudy, cloudy. How is the weather? It's foggy, foggy, foggy. The teaching bird. പഠിപ്പിക്കുന്ന പക്ഷി. താങ്ക് യു ഐവാൻ. നന്ദി ഐവാൻ. യു പ്രൊട്ടക്റ്റ് മൈ ലിറ്റിൽ ചിൽഡ്രൻ ഫ്രം കോൾഡ് ആൻഡ് റെയിൻ. നീ എൻ്റെ ചെറിയ കുട്ടികളെ തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും രക്ഷിച്ചു. ആൻഡ് ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ടെൽ മീ വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. പറയൂ, എന്താണ് എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക? ഐവാൻ വാസ് സർപ്രൈസ്ഡ് ടു സീ എ ടോക്കിംഗ് ബേർഡ്. ഐവാൻ സർപ്രൈസ്ഡായി, അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ട്? ഒരു പറയുന്ന പക്ഷി, മനുഷ്യരെ പോലെ സംസാരിക്കുന്ന പക്ഷിയെ കണ്ടിട്ട് ഐവാൻ അത്ഭുതപ്പെട്ടു പോയി. ഐവാൻ ആൻസേർഡ്. ഐവാൻ പറഞ്ഞു, യു നോ അവർ ലാംഗ്വേജ്. നിനക്ക് നമ്മുടെ ലാംഗ്വേജ് അറിയാം. വിൽ യു ടീച്ച് മീ യുവർ ലാംഗ്വേജ്? എന്നെ നിങ്ങളുടെ ഭാഷ പഠിപ്പിക്കുമോ? ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ ഭാഷ. സ്റ്റേ വിത്ത് മീ ഫോർ സം ഡേയ്സ് ആൻഡ് യു ഷോൾ നോ ഇറ്റ് ആസ് വി ഡു. എൻ്റെ കൂടെ കുറച്ച് ദിവസം സ്റ്റേ ചെയ്യൂ, താമസിക്കൂ. അപ്പോൾ നിനക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഐവാൻ റിമെയിൻഡ് ഇൻ ദ ഫോറസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസത്തേക്ക് ഐവാൻ എന്ത് ചെയ്തു? ഫോറസ്റ്റിൽ തന്നെ തങ്ങി. ഹി ലേൺഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഫ്രം ദി മദർ ബേർഡ്. അവൻ പക്ഷികളുടെ ഭാഷ മദർ ബേർഡിൽ നിന്നും പഠിച്ചു. ഐവാൻ റിട്ടേൺഡ് ഹോം ഹാപ്പിലി. ഐവാൻ വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങി. കൂട്ടുകാരൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.